നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തുംകുളം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് ഹൗ ടു സെൽ മൈ പ്ലോട്ട് എന്നുള്ളതിലെ പാർട്ട് 3 വീഡിയോയുമായിട്ടാണ് ഞാനിപ്പോൾ വരുന്നത്. ഇതിന് മുമ്പ് പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. അതായത് നമ്മളൊരു പ്ലോട്ട് വിൽക്കാൻ വേണ്ടി സിറ്റി ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു ഞാൻ ഇലക്ട്രിസിറ്റിയൊക്കെ. അതിനോടൊപ്പം തന്നെ 2-3 കാര്യങ്ങൾ നോക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ കഴിവതും നമ്മുടെ പ്ലോട്ടുകൾ അതായാലും പൂല്ല എന്നല്ല, കുറച്ച് പർട്ടിക്കുലർ ആ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ക്ലയൻസ് മാത്രമേ എടുക്കാൻ സാധ്യതയുള്ളൂ. ഒന്ന്, ഈ പവർ ലൈനുകളൊക്കെ ടവർ, അതിൻ്റെ ഒന്നും അടുത്താവരുത് പ്ലോട്ടുകൾ കഴിവതും. അത് ഇഷ്ടപ്പെടുന്ന ആൾക്ക് അതിൻ്റെ അടുത്ത് അവിടെ പൂല്ല എന്നല്ല, പൂവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എടുക്കുള്ളൂ. പിന്നെ ടെലിഫോൺ ടവറുകൾ അതിൻ്റെ അടുത്ത് വരാൻ പാടില്ല കഴിവതും. റൈറ്റ്, ടെലിഫോൺ ടവർ, മൊബൈൽ ടവറുകളുടെ അടുത്ത് കോസ്റ്റ് സ്വാഭാവികമായിട്ട് കുറയും, അല്ലെങ്കിൽ നമ്മൾ എടുത്താൽ അത്ര എളുപ്പം പോവില്ല. പിന്നെ അടുത്തത് ഈ ക്രിമേഷൻ യാർഡുകൾ ഉണ്ടാവുമല്ലോ, മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കുന്നതോ അല്ലെങ്കിൽ മരിച്ചാൽ കുഴിച്ചിടുന്നതോ ആയിട്ടുള്ള ക്രിമേഷൻ സ്പേസസിൻ്റെ അടുത്തും ആളുകൾക്ക്, അതായത് ഇപ്പോൾ 500 മീറ്ററിൻ്റെ അപ്പുറത്തല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അങ്ങനത്തെ പ്ലോട്ടുകൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും. ലിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അത് വൃത്തിയായിട്ട് നോട്ട് ചെയ്തിട്ട് വേണം അത് ലിസ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ അത് തെറ്റായ ആളുകൾ വരും, അല്ലെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്തതിൽ നമുക്ക് ഗുണം പൂർണ്ണമായിട്ട് കിട്ടില്ല, ബിക്കോസ് വേഗം സെല്ല് ചെയ്ത് പോവില്ല. പിന്നെ അതേപോലെ തന്നെ പിന്നെ അടുത്തത്, വലിയ സൗണ്ട് ഉണ്ടാക്കുന്ന ഹെവി ഇൻഡസ്ട്രീസ് ഉണ്ടാവും. അങ്ങനത്തെ ഇൻഡസ്ട്രീസിൻ്റെ അടുത്ത് ഒക്കെ ആണെങ്കിലും ഇത് പോവാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. അതുപോലെ ലൈഫിന്, ബിക്കോസ് നമുക്ക് ജീവിക്കാൻ, ഒരാൾക്കൊരു വീട് കെട്ടി ജീവിക്കാൻ എവിടെയാണോ പറ്റുക അങ്ങനത്തെ സ്ഥലങ്ങളിലേ പാടുള്ളൂ. ബാക്കിൽ പോലെ വലിയ പുഴയോ വല്ല ഇടിഞ്ഞു വീണ പോലെ വലിയ തെട്ട്, അങ്ങനത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 5-6 പോയിന്റുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനത്തെ ഇതല്ലാത്ത സ്ഥലങ്ങളിലാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ട പ്ലോട്ടുകൾ വേണ്ടത്. ലിസ്റ്റ് ചെയ്താൽ എളുപ്പം പോകാൻ സാധ്യത. ഇനി എല്ലാം ഇതുപോലത്തെ ഒരു പ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റൊന്നുമില്ല. അതിനനുസരിച്ച് അത് കൃത്യമായി കൊണ്ട് ഓപ്പണായി പറഞ്ഞുകൊണ്ട് അതിന് അനുസരിച്ചുള്ള കോസ്റ്റ് ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പോകാൻ സാധ്യത. ഇനിയിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ലീഗൽ ഒപ്പീനിയൻ. ഒരു സ്ഥലത്തിൻ്റെ ലീഗൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതായത് സാധാരണ ഒരു ലീഗൽ ഒപ്പീനിയൻ ചില ബാങ്കുകൾക്ക് ഒരു 10-15 കൊല്ലത്തെ മതി എന്ന് പറയുക. സാധാരണ രീതിയിൽ ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ടു ടേക്ക് പാസ്റ്റ് 30 ഇയേഴ്സിൻ്റെ ആ ഒരു ഫ്ലോ എടുത്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എപ്പോഴും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങിച്ചു, ആധാരം എൻ്റെ പേരിലാണ് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഒരു പ്ലോട്ട് വാങ്ങി, ആ പ്ലോട്ട് 3 സെൻറ്റ് സ്ഥലം എനിക്ക് ആരെയും ഒരാൾ തന്ന ആധാരം ഉണ്ടെങ്കിൽ അതിൻ്റെ 30 വർഷം വരെയുള്ള അടിയാധാരങ്ങൾ, മേ ബി ഒറിജിനലെല്ലാം നമ്മുടെ പ്രയർ ഓണർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒറിജിനൽ, ഇല്ല കോപ്പിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കോപ്പി. ഇതാണ് നമ്മൾക്ക് വേണ്ടത്. ഒപ്പം ചില സ്ഥലങ്ങളുടെ പട്ടയം, ചില സ്ഥലങ്ങൾ അതെന്താണോ വേണ്ടത്, ജന്മം നമ്മൾക്ക് പൂർവികരായിട്ട് കിട്ടി വരുന്നിട്ടുള്ള ഭൂമിയായിരിക്കും. അപ്പോൾ ചിലത് കാണത്തിൽ കൂടെയൊക്കെ നമ്മൾ കൈവശമൊക്കെ വെച്ച് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കൈവശം നമുക്ക് തന്നിട്ടുള്ള ഭൂമിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ജന്മം തെളിയിക്കാൻ ഗവൺമെൻറ് നമുക്ക് പട്ടയം തന്നിട്ട് ആ പട്ടയം അപകടമാണ്. റൈറ്റ്. പിന്നെ അടുത്തത് എന്താണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ കറണ്ട് പൊസിഷൻസ് മനസ്സിലാവണമെങ്കിൽ തണ്ടപ്പേർ അക്കൗണ്ട് എന്നുള്ള റവന്യൂ റെക്കോർഡിൽ, അതായത് വില്ലേജിൽ തണ്ടപ്പേർ അക്കൗണ്ട് സർട്ടിഫിക്കറ്റ് വേണം, പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം, ടാക്സ് റെസീറ്റ് കറണ്ട് ടാക്സ് അടച്ചത് വേണം, പിന്നെ ഒരു 30 വർഷത്തെ എൻകംപ്രൻസ് സർട്ടിഫിക്കറ്റ് ഫ്രം രജിസ്റ്റർ ഓഫീസ് ആ പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ. ഇതാണ് നമ്മളെടുത്ത് സാധാരണ ഇതിൽ വയ്ക്കേണ്ടത്. പിന്നെ വിൽക്കുന്ന പ്ലോട്ടുകളും ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ മുഴുവൻ വീട് വയ്ക്കാനോ ഫ്ലാറ്റുകൾ വയ്ക്കാനോ ആയതുകൊണ്ട്, കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ആയതുകൊണ്ട് കൂടുതലും അത് സ്ഥലം പുരയിടം എന്നുള്ള ക്ലാസിഫിക്കേഷനിലായിരിക്കണമെന്ന് നിർബന്ധമാണ്. ഇല്ലെങ്കിലോ ഡാറ്റാ ബാങ്കിൽ, അതായത് നെൽവയർ സംരക്ഷണ ആക്ടിൻ്റെ പരിധിയിൽ ഇല്ലാത്ത ഇതാണെങ്കിലോ അല്ലെങ്കിൽ അതൊന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണെങ്കിലും നമുക്ക് ലിസ്റ്റ് ചെയ്യാം. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് ഒഴിവാക്കിയിട്ടുള്ളതിൽ ഇപ്പോൾ 120 M² വരെ, ഏകദേശം 1250 അറൗണ്ട് സ്ക്വയർ ഫീറ്റ് ചെറിയ വീടുകൾ ബിൽഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അതാവാം. കേരളത്തിലെ കേസാണ്, കേസ് ടു കേസ് മാറും. അപ്പോൾ ദാറ്റ് മീൻസ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യുന്ന പ്ലോട്ടുകൾ മുഴുവൻ വീടോ ഫ്ലാറ്റോ കെട്ടാൻ അനുയോജ്യമായിട്ടുള്ള ക്ലാസിഫിക്കേഷനുള്ള മാത്രം ലിസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. റൈറ്റ്. അപ്പോൾ അതിന് വേണ്ട എല്ലാ കടലാസുകളും എടുത്തു വയ്ക്കുന്നതാണ് ലീഗൽ ഒപ്പീനിയൻ. ഇനി ഞാൻ ഈ വീഡിയോ അത്ര വലുതല്ലാത്തതുകൊണ്ട് ടെക്നിക്കൽ ഒപ്പീനിയൻ സൂചിപ്പിക്കാൻ എന്താണുള്ളത്. ടെക്നിക്കൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ റോഡിന് ആക്സസ് ഉണ്ടോ, ഇലക്ട്രിസിറ്റി, അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ഈ പർട്ടിക്കുലർ സ്ഥലം അവിടുത്തെ മാർക്കറ്റ് വില എത്രയാണ്, പുറത്തൊക്കെ വല്ല വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ വിറ്റ വില എത്രയാണെന്നുള്ള അതിൻ്റെ കോസ്റ്റിംഗ് അറൗണ്ട് റെക്കമെൻഡ് ചെയ്യുന്നതിനാണ് ടെക്നിക്കൽ ഒപ്പീനിയൻ പറയുക. അപ്പോൾ ലീഗൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ലീഗലി അത് ഫിറ്റാണോ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്, അതായത് ഓണർഷിപ്പ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ടെക്നിക്കൽ ഒപ്പീനിയൻ പറയുന്നത് ഇത് ഇത്ര വില അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വില ന്യായീകരിക്കാൻ പറ്റുന്ന
അക്കൗണ്ടബിൾ ആയിട്ടുള്ള വിലയാണ്. ഈ 2 പേപ്പറും ഇതാണ് ടെക്നിക്കൽ ഒപ്പീനിയൻ, ലീഗൽ ഒപ്പീനിയൻ, റൈറ്റ്. ഇതെല്ലാം കൂടി കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ സിസ്റ്റത്തിൽ ഒരു പ്രോഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ആ ലിസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ് ക്ലയൻസ് തിരയുമ്പോൾ ക്ലയൻസിൻ്റെ മുമ്പത്ത് കാണും. ക്ലയൻസ് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇതിൻ്റെ ഈ ലിസ്റ്റ് ചെയ്ത കോപ്പികളെല്ലാം നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കാണാൻ കഴിയും. കാണാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ അടുത്ത് നിന്നുള്ള അഡ്വാൻസ് ചെറിയ തുക നമ്മൾ വാങ്ങും. വാങ്ങിയിട്ട് നമ്മൾ എഗ്രിമെൻറ്റിൽ കിടക്കും. എന്നിട്ട് ബാക്കി മുഴുവൻ തുകയും വാങ്ങിയിട്ട് മാക്സിമം പോയ ഒരു 90 ഡേയ്സിനകത്ത്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന 15 ദിവസം മുതൽ 90 ഡേയ്സ്. 90 ഡേയ്സ് ഒക്കെ പറയുന്നത് വളരെ റെയർ ക്ലയൻസേ പോകുള്ളൂ. അല്ലാത്തൊക്കെ അവർ ബുക്ക് ചെയ്ത് എഗ്രിമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 ദിവസത്തിനകത്ത് ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ പാസ്സായി വരാനുള്ള സമയത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ അപ്പോൾ ലാൻഡ് ഓണർക്ക് തീർച്ചയായിട്ടും നേരത്തെ പഴയ വീഡിയോയിൽ പറയുന്ന പോലെ എന്താ ഉണ്ടാവുക, വളരെ കൃത്യമായിട്ട് സാധാരണ ഇതിന് 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത് വെക്കുന്ന സ്ഥലങ്ങൾ ഒരു 1,05,000 രൂപയെങ്കിലും, 1 ലക്ഷവും പിന്നെ ഇടിച്ച് താത്തുന്നത് വേറെ, പിന്നെ വല്ല കമ്മീഷൻ കാര്യം പോണത് വേറെ, അതൊന്നും അല്ലാതെ 1 ലക്ഷം രൂപ വെക്കുന്ന സ്ഥലം ഒരു 1,05,000 രൂപയെ പ്ലോട്ട് ഓണർ കിട്ടാനുള്ള സാധ്യതയും, ഒപ്പം വാങ്ങിക്കുന്ന ആളുകൾക്കും 1,05,000 പ്ലസ് ഞങ്ങളുടെ 8% കൂടി കൂട്ടുമ്പോൾ ഒരു 1,13,000 ചില്ലറ രൂപ വരും. ആ പൈസയ്ക്ക് 1,30,000 രൂപേൻ്റെ മുകളിൽ മാർക്കറ്റിൽ കിട്ടേണ്ട സ്ഥലം കിട്ടാനുള്ള സാധ്യതയുമാണുള്ളത്. അതാണ് സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ ഈ പ്ലോട്ട് ലിസ്റ്റിംഗ് എന്നുള്ള ഏരിയയിൽ കൂടെ നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്ന, അതായത് പ്ലോട്ട് ഓണർമാർക്കും വാങ്ങിക്കുന്ന ആളുകൾക്കും കൊടുക്കുന്ന സർവീസ്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്.